ഫ്രണ്ട്സ്, സ്വാഗതം എർലി കരിയർ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇന്ത്യയിൽ വിളിച്ചിരിക്കുന്ന വിവിധ വേക്കൻസികളെ പറ്റിയാണ്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. നമ്മൾ ഇന്ന് നോക്കുന്നത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഇന്ത്യയിൽ വിളിച്ചിരിക്കുന്ന വിവിധ വേക്കൻസികളെ പറ്റിയാണ്. ന്യൂഡൽഹിയിലാണ് ഇതിന്റെ ഹെഡ് ഓഫീസായിട്ട് വരുന്നത്. അവിടുത്തെ വിവിധ വേക്കൻസികളായ വിളിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ നോക്കുന്നത് ഡ്രൈവർ വേക്കൻസിയാണ്. ഡ്രൈവർ 3 വേക്കൻസിയാണ് മൊത്തം വിളിച്ചിരിക്കുന്നത്. ഡൽഹിയിലെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഒരു വേക്കൻസി, ബാംഗ്ലൂരിലേക്ക് ഒരു വേക്കൻസി, മുംബൈയിലേക്ക് ഒരു വേക്കൻസി, അങ്ങനെ 3 വേക്കൻസിയാണ് മൊത്തം വിളിച്ചിരിക്കുന്നത്. 18-നും 25 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 19,900, 63,200 ആണ് പേ സ്കെയില്. ക്വാളിഫിക്കേഷൻ 8ാം ക്ലാസ് പാസ്സായിരുന്നാൽ മതി. കൂടാതെ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കൂടെ ഉണ്ടായിരിക്കണം. അതിന്റെ കൂട്ടത്തിൽ 3 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ ഉണ്ടായിരിക്കണം. ഓട്ടോമൊബൈൽ മെക്കാനിസം അറിഞ്ഞിരിക്കണം. ഇതാണ് ഡ്രൈവർ വേക്കൻസിയുടെ ഡീറ്റെയിൽസ്. അടുത്ത് നമ്മൾ നോക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു വേക്കൻസിയാണ്. 25,500, 81,700 ആണ് സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. SSLC മതി. 1 ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കൊമേഴ്സ്യൽ അല്ലെങ്കിൽ അപ്ലൈഡ് ആർട്ട് ഫ്രം ദ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉള്ള സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ വേണം. അടുത്ത് നമ്മൾ നോക്കുന്നത് വേക്കൻസി ലൈബ്രറി അസിസ്റ്റന്റ് ആണ്. 2 വേക്കൻസിയാണുള്ളത്. 29,200, 92,300 ആണ് പേ സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. എനി ഡിഗ്രിയാണ് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഡിപ്ലോമ ഇൻ ലൈബ്രറി സയൻസും 3 വർഷത്തെ ലൈബ്രറി എക്സ്പീരിയൻസും വേണം. അടുത്തത് നോക്കാൻ പോകുന്ന വേക്കൻസി ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദിയാണ്. ഒരു വേക്കൻസിയാണുള്ളത്. 35,400, 1,12,400 ആണ് സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. മാസ്റ്റർ ഡിഗ്രി ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇൻ ഹിന്ദി ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വേക്കൻസി ലൈബ്രറിനാണ്. ഒരു വേക്കൻസിയാണ്. 30 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. പേ സ്കെയിൽ 35,400, 1,12,400 ആണ്. ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസും 5 വർഷത്തെ എക്സ്പീരിയൻസും ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വേക്കൻസി അസിസ്റ്റന്റ് ആണ്. 4 വേക്കൻസി. കൊൽക്കത്തയിൽ 1, കൊൽക്കത്തയിൽ തന്നെ EWS ഒരു വേക്കൻസി, SC ബാംഗ്ലൂർ ഒരു വേക്കൻസി, ഹെഡ് ക്വാർട്ടേഴ്സ് ജനറലിന് ഒരു വേക്കൻസി, അങ്ങനെ മൊത്തം 30 വേക്കൻസിയാണുള്ളത്. ഡിഗ്രി ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. 5 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിന് വേണം. 35,400, 1,12,400 ആണ് ഇതിന്റെ സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് സീനിയർ സ്റ്റെനോഗ്രാഫർ ആണ്. 2 വേക്കൻസിയാണുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സിലാണ് 2 വേക്കൻസി ഉള്ളത്. 30 വയസ്സാണ് ഏജ് ലിമിറ്റ്. 35,400, 1,12,400 ആണ് സ്കെയില്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിന്റെ കൂട്ടത്തിൽ 120 ടൈപ്പിംഗ് സ്പീഡ്, ഒരു മിനിറ്റിൽ 120 വേർഡ് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കാനും വേണം. സെക്രട്ടറിയൽ പ്രാക്ടീസിന്റെയോ ഡ്രാഫ്റ്റിംഗ്, ഹാൻഡ്ലിംഗ് ഓഫ് റൊട്ടീൻ കറസ്പോണ്ടൻസ് ഫയൽസ്, അപ്പോയിന്റ്മെന്റ്, എൻഗേജ്മെന്റ്സിന് എന്തെങ്കിലും ട്രെയിനിങ് കൂടെ ഉണ്ട്, സർട്ടിഫിക്കറ്റ് കൂടെ വേണം. അടുത്ത് നമ്മൾ അക്കൗണ്ടന്റ് ആണ് നോക്കാൻ പോകുന്നത്. 3 വേക്കൻസിയാണ്. ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു വേക്കൻസി, ജനറലാണ് ബാംഗ്ലൂർ ജനറലിന് ഒരു വേക്കൻസി, ഹെഡ് ക്വാർട്ടേഴ്സ് OBCക്ക് ഒരു വേക്കൻസി. 21-നും 30 വയസ്സിനും ഇടയ്ക്കുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 35,400, 1,12,400 ആണ് സ്കെയിൽ. എനി ഡിഗ്രിയാണ്. 5 വർഷത്തെ എക്സ്പീരിയൻസും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് എഡിറ്റോറിയൽ അസിസ്റ്റന്റ് ആണ്. 3 വേക്കൻസിയാണുള്ളത്. അതിന്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. പ്രൊഫഷൻസി ഇൻ ലാംഗ്വേജ് വേണം. വർക്കിംഗ് നോളജ് ഇൻ ഓഫ് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്, 3 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് ആണ്. ഒരു വേക്കൻസിയാണ്. 30 വയസ്സ്. 35,400, 1,12,400 ആണ്. SSLC ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ 3 വർഷത്തെ ഡിപ്ലോമ ഇൻ പ്രിന്റിംഗ് ടെക്നോളജിയിൽ 3 വർഷത്തെ കോഴ്സും കൂടെ ഉണ്ടായിരിക്കണം. 3 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അടുത്ത വേക്കൻസി അസിസ്റ്റന്റ് എഡിറ്റർ ആണ്. 2 വേക്കൻസിയാണ്. കന്നഡയിലും മറാത്തിയിലുമാണ് വേക്കൻസി ആയിട്ടുള്ളത്. അടുത്ത വേക്കൻസി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രൊഡക്ഷൻ ആണ്. ഒരു വേക്കൻസി. 35 വയസ്സാണ് അതിന്റെ ലിമിറ്റ് പറയുന്നത്. 56,700, 1,77,500 ആണ് സ്കെയിൽ പറയുന്നത്. എനി ഡിഗ്രി, 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബുക്ക് പബ്ലിഷിംഗ്,
ാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വേക്കൻസിയാണ് അസിസ്റ്റന്റ് ഡയറക്ടർ. 2 വേക്കൻസിയാണ്. 35 വയസ്സ്, 56,100 1,77,500 സ്കെയിൽ പറഞ്ഞത്. ഡിഗ്രിയാണ്. പ്രൊവിഷ്യൻസ് ഇൻ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി. അതിന്റെ കൂട്ടത്തിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ ഉണ്ടായിരിക്കണം. ഇതിന്റെ ആപ്ലിക്കേഷൻ അയക്കേണ്ടതെന്ന് വെച്ചാൽ ഫോമാണ്. ഫോം ഈ നോട്ടിഫിക്കേഷന് തന്നെ താഴെയുണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് പോസ്റ്റ് വഴിയാണ് അയക്കേണ്ടത്. 4 പേജിന്റെ ഒരു ഫോമാണുള്ളത്. 4 പേജിന്റെ ഫോമും അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഡോക്യുമെന്റ് ക്വാളിഫിക്കേഷന്റെയും എല്ലാം ഡോക്യുമെന്റ് സർട്ടിഫിക്കറ്റ്സും കൂടെ വെച്ച് പോസ്റ്റ് വഴിയാണ് അയക്കേണ്ടത്. പോസ്റ്റ് അയക്കേണ്ട ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. റിസർവേഷൻ കാറ്റഗറിക്കാർ OBC, SC, ST, EWS ആണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്സുകൾ വെക്കേണ്ടതാണ്. ഫോം ഫില്ല് ചെയ്ത് പോസ്റ്റ് വഴിയാണ് അയക്കേണ്ടത്. ഫോം ഫില്ല് ചെയ്ത് പോസ്റ്റ് വഴി അവിടെ കിട്ടേണ്ട ഡേറ്റ് ഫെബ്രുവരി 20 വരെയുണ്ട്. ഫെബ്രുവരി 20-ാം തീയതിക്കകത്ത് വെച്ചാണ് ഇത് അവിടെ കിട്ടേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഡൽഹിയിലാണ് കിട്ടേണ്ടത്. എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻസ് അയക്കുക. ഫോം ഫില്ല് ചെയ്താണ് അയക്കേണ്ടത്.